മക്കളെ, എല്ലാവരും NMMSന്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലായിരിക്കും. എക്സാമിന് മുന്നേ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എക്സാം ഹാളിൽ കയറിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാവരും ഇരുന്ന് കാണണം. Things to remember. ആദ്യം അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ടൈറ്റ് റിവിഷൻ, ജസ്റ്റ് റിലാക്സ്. അതായത് ലാസ്റ്റ് മിനിറ്റ് ചില മക്കളുണ്ടായിരിക്കും തലേന്നത്തേക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും, അത് ഒഴിവാക്കുക. തലേന്ന് നമ്മൾ ഒരു കാര്യം പഠിക്കേണ്ട, എക്സാമിനേക്ക് വേണ്ടിയുള്ള ഒരു കാര്യം തലേന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കരുത്. അതുപോലെ പ്രോപ്പർ ഫുഡ് ആൻഡ് സ്ലീപ്പ്. നല്ല ഉറക്കം കിട്ടിയാലേ നല്ല ഓർമ്മശക്തി ഉണ്ടാവുള്ളൂ. അപ്പം നല്ല പോലെ ഫുഡൊക്കെ കഴിച്ച് നല്ല പോലെ കിടന്നുറങ്ങാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തലേന്ന് കേട്ടോ. നല്ല പോലെ ഫുഡ് കഴിച്ച് നല്ല പോലെ കിടന്നുറങ്ങാനാണ് ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റ് മിനിറ്റിലെ റിവിഷൻ ഒഴിവാക്കുക. ഹോൾ ടിക്കറ്റും 2 ബോൾ പേനയും നേരത്തെ തന്നെ ബാഗിൽ വെക്കുക. അതായത് തലേന്ന് രാത്രി നിങ്ങൾ ചെയ്യേണ്ടതാണ്. പഠിത്തം മാറ്റി വെച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് നേരത്തെ തന്നിട്ടുണ്ടായിരിക്കും, അത് നിങ്ങൾ ബാഗിലേക്ക് എടുത്ത് വെക്കുക. അതുപോലെ ബോൾ പെന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ചില ആളുകൾ ബ്ലാക്ക് പെൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ട്, ചിലർ ബ്ലൂ ആയിരിക്കും. ഏത് പേനയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് 2 എണ്ണം എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പുതിയ പേന ഉപയോഗിക്കരുത്. നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ പേന വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ പേന എക്സാമിനേക്ക് വേണ്ടിയിട്ട് പുതിയ പേന വാങ്ങിക്കൊണ്ട് പോകരുത്. അപ്പോൾ ഉപയോഗിച്ച പേനയായിരിക്കണം നിങ്ങൾ ബാഗിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹോൾ ടിക്കറ്റും ബോൾ പേനയും നേരത്തെ തന്നെ ബാഗിൽ വെക്കുക. ഈ ഹോൾ ടിക്കറ്റിൽ എല്ലാവരും ഹെഡ് ടീച്ചർ അല്ലെങ്കിൽ മാസ്റ്റർ സീല്, ഒപ്പ്, സ്കൂൾ ഓഫീസ് സീല് എന്നിവ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. തലേന്ന് തന്നെ അത് ഉറപ്പ് വരുത്തണം, എന്നിട്ടേ അത് ബാഗിലേക്ക് വെക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അതൊക്കെ ചെയ്തിട്ടായിരിക്കും ഹോൾ ടിക്കറ്റ് ടീച്ചർമാർ നിങ്ങളുടെ കയ്യിൽ തരിക. ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം അത് ബാഗിലേക്ക് എടുത്ത് വെക്കാൻ. അടുത്തത് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ 9 AM തന്നെ എക്സാം സെന്ററിൽ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് 9:30 ആയിരിക്കും റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടായിരിക്കുക. എക്സാം ഹാളിൽ 9:30 നിങ്ങൾ കയറണം. അപ്പോൾ ആ സ്കൂളിൽ നിങ്ങൾ 9 മണിക്ക് എത്താൻ കണ്ട് തന്നെ പോകണം. അവിടെ എത്തി നിങ്ങളെ ക്ലാസ് ഒക്കെ ഒന്ന് നോക്കി, പിന്നെ ഫ്രഷ് ആയിട്ട് ഒന്ന് ബാത്റൂമിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 9 മണിക്ക് തന്നെ നിങ്ങൾ സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അതുപോലെ ഭക്ഷണവും കുടിവെള്ളവും കയ്യിൽ നിർബന്ധമായും കരുതുക. പുറത്ത് പോയിട്ട് കഴിക്കുക എന്നുള്ളത് അതൊന്നും മാറ്റി വയ്ക്കുക, അതൊക്കെ റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്നുള്ള ഫുഡ് തന്നെ കൊണ്ടുപോകാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ വാട്ടർ ബോട്ടിൽ എടുക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആവാനും ഒന്ന് നോക്കുക കേട്ടോ. 2 ബോട്ടിലൊക്കെ എടുത്ത് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ അത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണവും കുടിവെള്ളവും കയ്യിൽ നിർബന്ധമായും കരുതണം കേട്ടോ. അടുത്തത് പരീക്ഷാ തീയതിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. 21/1/2026 ആദ്യം നിങ്ങൾക്ക് മാറ്റിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. 10 മണി മുതൽ 11:30 വരെ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. പക്ഷേ ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 10 മണി മുതൽ 12 മണി വരെ എക്സാം ഉണ്ടായിരിക്കും. ഇതിൽ 9:30 റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ 9:30 നിങ്ങൾ ക്ലാസ്സിൽ കയറണം. 10 മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 10 to 11:30 ഫസ്റ്റ് എക്സാം മാറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഉച്ചയ്ക്ക് വരുന്ന എക്സാം സാറ്റ് ആയിരിക്കും. അത് 1:30 മുതൽ 3 മണി വരെയാണ്. 1 മണിക്ക് റിപ്പോർട്ടിംഗ് ടൈം. ക്ലാസ്സിൽ നിങ്ങൾ 1 മണിക്ക് കയറിയിരിക്കണം കേട്ടോ. 1:30 മുതൽ 3 മണി വരെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെങ്കിൽ അവർ 1:30 മുതൽ 3:30 വരെ അവർക്ക് എക്സാം എഴുതാൻ പറ്റും. അവർ 1 മണിക്ക് വേണം ക്ലാസ്സിൽ, നിങ്ങൾ എല്ലാവരും 1 മണിക്ക് ക്ലാസ്സിൽ കയറിയിരിക്കണം കേട്ടോ. റിപ്പോർട്ടിംഗ് ടൈം രാവിലെ ആണെങ്കിൽ 9:30 ആണ്, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ 1 മണിക്കാണ് ക്ലാസ്സിലിരിക്കേണ്ടത്. അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതണം, അത് നിർബന്ധമാണ്. തലേന്ന് തന്നെ അത് എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന OMR ഷീറ്റ്. രാവിലെ മാറ്റിൻ്റെ ഈ റോസ് കളറുള്ളത് രാവിലെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഈ കളറിൽ വരുന്നത് ഉച്ചയ്ക്ക് ശേഷം സാറ്റിൻ്റെ ആയിരിക്കും കിട്ടുന്നത്. ഇതിലിതേ കറക്റ്റ് മെത്തേഡ്, റോങ് മെത്തേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബബിൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റ് ആ റൗണ്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ ബബിൾ ചെയ്യണം. അതിനുള്ളിൽ ചെറുതായിട്ട് മാർക്ക് ചെയ്താലൊന്നും അത് പറ്റില്ല എന്നുള്ളത് റോങ് മെത്തേഡായിട്ട് നിങ്ങൾ ആ OMR ഷീറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. അതുപോലെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, പേര് എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു കോളത്തിൽ ഒരു ലെറ്റർ മാത്രം എഴുതുക കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ആതിര, ഞാൻ ഇവിടെ ആതിര എന്ന് എഴുതി. അതിനുശേഷം നല്ല വൃത്തിയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അതിനുശേഷം സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇനീഷ്യൽ ആയിരിക്കും, സെക്കൻഡ് നെയിം ആയിരിക്കും, ഒരു ബോക്സ് വിട്ടതിന് ശേഷം വേണം നിങ്ങളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് പോലും കിട്ടില്ല. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആതിര എന്നുള്ള എഴുതി. അതിനുശേഷം ഇതിന് താഴെ റോൾ നമ്പർ ഉണ്ടായിരിക്കും. റോൾ നമ്പർ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ ഇരിക്കുന്ന ഡെസ്കിൻ്റെ മേളിലും ഉണ്ടായിരിക്കും, അത് ശ്രദ്ധിക്കണം. ആ റോൾ നമ്പർ കറക്റ്റായിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ ഞാൻ എഴുതുന്നത്
5 എൻ്റെ റോൾ നമ്പർ ഞാനിത് ഇവിടെ എഴുതി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ബബിൾ ചെയ്യുന്നതിന് മുന്നേ ഇപ്പം 6ൻ്റെ താഴെ 0 1 2 3 4 5 6 7 8 9 കോളങ്ങളുണ്ട്. അതിൽ 6 എവിടെയാണ് വരുന്നത് അത് ആദ്യം ഒന്ന് ഡോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ബബിൾ ചെയ്യേണ്ട, ഒന്ന് ഡോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ 2 അടുത്ത 2 ആണ് വരുന്നത്. 2 ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ 5 1 പിന്നെ വരുന്നത് 4 0 ഇങ്ങനെ ഡോട്ട് ചെയ്തതിന് ശേഷം മാത്രം നല്ല പോലെ വൃത്തിക്ക് ബബിൾ ചെയ്യുക. ബബിൾ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ആദ്യം ഉള്ളിൽ നിന്നല്ല ബബിൾ ചെയ്യേണ്ടത്, പുറത്തെ റൗണ്ട് ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങളത് ബബിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബബിൾ ചെയ്ത് ഇത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങളിപ്പോൾ 90 എണ്ണം ശരിയാക്കിയാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ ബബിൾ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ എല്ലാതും ചെയ്യണം. അടുത്തത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പറാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേളിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ ഇവിടെ കറക്റ്റായിട്ട് എഴുതണം. അപ്പം ഞാനിവിടെ 731204 അപ്പം അത് എഴുതി. അതും എന്ത് ചെയ്യണം, ഇതേപോലെ ആദ്യം ഡോട്ട് ഇടണം. 7 താഴെ ഇതിൽ എവിടെയാണോ 7 വരുന്നത് അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. 3 അത് താഴെ എവിടെയാണ് 3 വരുന്നത് അവിടെ ഡോട്ട് ഇട്ട് കൊടുത്തു. 1 എവിടെയാണ് വരുന്നത് അവിടെ ഡോട്ട്, 2 ഡോട്ട്, 0 ഡോട്ട്, 4 ഡോട്ട്. ഡോട്ട് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് പറയുന്നത്. അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെ ഇത് ഓരോന്നും വൃത്തിക്ക് ബബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 1/2 മണിക്കൂർ ടൈം ഉണ്ട് ഈ ഭാഗം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മെല്ലെ ചെയ്താൽ മതി, സാവധാനം ചെയ്താൽ മതി, ഒരു ധൃതിയില്ല. അതുപോലെ ഇത് മുഴുവൻ ഫിനിഷ് ആയതിനു ശേഷം സെറ്റ്, എ സെറ്റ്, ബി സെറ്റ്, സി സെറ്റ്, ഡി സെറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേലുണ്ടായിരിക്കും. ഈ ബുക്ക്ലെറ്റ് നമ്പറിനോട് കൂടെ തന്നെ ഒരു ലെറ്റർ ഉണ്ടായിരിക്കും. ABCD ഇതിൽ ഏതെങ്കിലും ലെറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ ആ ലെറ്റർ ഏതാണോ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേലുള്ള ആ ലെറ്റർ ഏതാണോ അതിവിടെ എഴുതുക. എനിക്കിപ്പോൾ B ആണ് കിട്ടുന്നത്, സെറ്റ് B ആണ് കിട്ടുന്നത്. ഞാൻ ആ B എന്ന് എഴുതി. അതിന് ശേഷം ബീൻ്റെ നേരെ അവിടെ ഒരു ബബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് വൃത്തിക്ക് ബബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ അടുത്തത് മീഡിയം. നിങ്ങൾ ഏത് മീഡിയമാണ്, മലയാളം മീഡിയം ആണോ, ഇംഗ്ലീഷ് മീഡിയം ആണോ, തമിഴ് മീഡിയം ആണോ, കന്നഡ മീഡിയം ആണോ? മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം മീഡിയം ബബിൾ ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം, ഏതാണോ മീഡിയം ആ മീഡിയത്തിന് നേരെ നിങ്ങൾ ബബിൾ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, 1/2 മണിക്കൂർ സമയമുണ്ട്, ഒരു ധൃതിയില്ല, വൃത്തിക്ക് മെല്ലെ ആലോചിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ജെൻഡർ ഉണ്ട്, മെയിൽ ഓർ ഫീമെയിൽ. മെയിൽ ആണെങ്കിൽ കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ കൊടുക്കുക. ആദ്യം ഒന്ന് ഡോട്ട് ഇട്ടതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. പിന്നെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ. ഇവിടെ പല മക്കൾക്കും തെറ്റ് പറ്റാറുണ്ട്. കാൻഡിഡേറ്റ് എന്ന് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ള ഭാഗത്താണ് മക്കൾ സൈൻ ചെയ്യേണ്ടത്. ഇവിടെ സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ എന്നുള്ളത് ടീച്ചേഴ്സിന്, നിങ്ങളുടെ ഹാളിൽ വന്ന ടീച്ചർ സൈൻ ചെയ്യാനുള്ള സ്പേസ് ആണിത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്. സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്ന ഭാഗത്താണ്. ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിൻ്റെ താഴെ 1 മുതൽ 90 വരെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ABCD 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലും 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾ ആൻസർ ബബിൾ ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് ഡോട്ട് ഇട്ടതിന് ശേഷം B ആണെന്നുള്ളത് കൺഫേം ചെയ്യണം. ചെറിയ കുഞ്ഞിതായിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷം മാത്രം ബബിൾ ചെയ്ത് തുടങ്ങുക. ഓക്കെ. പിന്നെ അതുപോലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾ അറിയാതെ B ബബിൾ ചെയ്തു, അയ്യോ അതല്ല, ഇനി C ആണ് ആൻസർ, നിങ്ങളിത് വെട്ടിയിട്ട് വീണ്ടും പോയിട്ട് C ബബിൾ ചെയ്യാം. ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആദ്യം ബബിൾ ചെയ്ത് ഒറ്റ തവണ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു ക്വസ്റ്റ്യനിൽ 2 എണ്ണമൊന്നും ബബിൾ ചെയ്ത് വെക്കരുത്. തെറ്റിട്ടിട്ടും നിങ്ങളിപ്പോൾ ഒന്ന് ബബിൾ ചെയ്തതിന് ശേഷം അത് റോങ് ആണ് പറഞ്ഞ് തെറ്റിട്ടു, എന്നിട്ട് നിങ്ങൾ മറ്റേത് പോയി ബബിൾ ചെയ്തു, അതിൽ കാര്യമില്ല. നിങ്ങൾ ഒരു ക്വസ്റ്റ്യന് 1 മാത്രമേ ബബിൾ ചെയ്യാൻ പാടുള്ളൂ, ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും 90 ക്വസ്റ്റ്യൻ 1 മുതൽ 90 ക്വസ്റ്റ്യൻസും ബബിൾ ചെയ്യാൻ 90 ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും ബബിൾ ചെയ്യണം. കാരണം എന്താ, നെഗറ്റീവ് മാർക്കില്ല. ഒരു ചോദ്യത്തിന് 1 മാത്രമേ ബബിൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ എല്ലാ ചോദ്യങ്ങളും ബബിൾ ചെയ്യണം. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും നിങ്ങളത് ബബിൾ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് നേരം ടൈം കളയരുത്. നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം നോക്കുന്നു, അത് കിട്ടുന്നുണ്ടെങ്കിൽ വേഗം ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. എന്നിട്ട് 90 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ നോക്കാം, പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടും. അല്ലാതെ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് തെറ്റിപ്പോവരുത്. അതും കൂടെ നിങ്ങൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷം സാറ്റിൻ്റെ പേപ്പർ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. സാറ്റിൻ്റെ OMR ഷീറ്റ് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. രാവിലെ എങ്ങനെയാണോ നിങ്ങൾ ചെയ്തത്
അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഉത്തരം പൂർണ്ണമായും ബബിൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ശ്രമിക്കണം. സമയമില്ല എന്നുള്ളതില്ല, എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. സമയം മാനേജ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താ, നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയിരിക്കണം കേട്ടോ. പിന്നെ ഒരു ചോദ്യത്തിന് ഒന്ന് മാത്രം ബബിൾ ചെയ്യുക. അപ്പോൾ ഒന്ന് തെറ്റി എന്നിട്ട് രണ്ടാമത് പോയിട്ട് അവിടെ തന്നെ ബബിൾ ചെയ്യരുത്, വേറെ ഓപ്ഷൻ ബബിൾ ചെയ്യരുത്. ഒരു ചോദ്യത്തിന് ഒന്ന് മാത്രം ബബിൾ ചെയ്യുക. ശ്രദ്ധിച്ച് ആലോചിച്ച് വേണം മക്കൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് വേണം എക്സാം എഴുതാൻ. എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മക്കൾക്ക് തോന്നുമെങ്കിലും നല്ല പോലെ ശ്രദ്ധിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യം മക്കൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വിട്ടോ, അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ തന്നെ അറിയുന്നില്ലല്ലോ എന്നൊരു ടെൻഷൻ അടിക്കരുത്. അപ്പോൾ രണ്ടാമത്തത് മൂന്നാമത്തെ ഒന്നും അറിയുന്നില്ലെങ്കിലും നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ അധികം ടൈം കൊടുത്താൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും, നിങ്ങളുടെ ടൈം അവിടെ പോകുമായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എഴുതാൻ അപ്പോൾ ടൈം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക, എത്രയും പെട്ടെന്ന് എഴുതുക, ശ്രദ്ധിച്ച് എഴുതുക എന്നീ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നത് പോലും മര്യാദയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ എഴുതാൻ. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഓടണം, തലയിൽ കൂടെ ഓടണം ഈ കാര്യങ്ങളൊക്കെ. ഇത് ചിലപ്പോൾ തെറ്റാവാം, ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഒരുപാട് അറിയുന്നതായിരിക്കും, അതൊക്കെ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം എന്നൊക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയ ആളുകളാണ്. അപ്പോൾ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് വേണം എക്സാം ഹാളിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.